ടു SL's അക്കാഡമി. കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് തമിഴ്നാട്ടിലെ രണ്ടാമത്തെ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ്. അപ്പം തമിഴ്നാട്ടിലെ രണ്ടാമത്തെ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം നിലവിൽ വരുന്നത് ചെന്നൈ. അടുത്ത പോയിന്റ്, ലോക വൃക്ക ദിനം മാർച്ച് 14. ലോക വൃക്ക ദിനം എന്നാണ് മാർച്ച് 14. അടുത്ത പോയിന്റ്, ജപ്പാൻ ഇന്ത്യയിലെ ഏത് മ്യൂസിയത്തിനാണ് 22 ലക്ഷം രൂപ ധനസഹായം നൽകിയത് എന്ന് ചോദിച്ചാൽ രവീന്ദ്ര ഭാരത് മ്യൂസിയം കൊൽക്കത്ത. രവീന്ദ്ര ഭാരത് മ്യൂസിയം കൊൽക്കത്ത. ക്ലിയർ. അടുത്ത, പൾസ് പോളിയോ പ്രോഗ്രാം 2019 ഉദ്ഘാടനം നിർവഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദ്. നിലവിലെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. അടുത്ത പോയിന്റ്, 34th ആഹാർ ഇന്റർനാഷണൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഫെയർ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഡൽഹി. അടുത്ത, കുസുമരാജ രാഷ്ട്രീയ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ വേദ് രഹി. വേദ് രഹി. ക്ലിയർ. ഒന്നുകൂടെ നോക്കാം. തമിഴ്നാട്ടിലെ രണ്ടാമത്തെ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം നിലവിൽ വരുന്നത് ചെന്നൈ. ലോക വൃക്ക ദിനം മാർച്ച് 14. ജപ്പാൻ ഇന്ത്യയിലെ ഏത് മ്യൂസിയത്തിനാണ് 22 ലക്ഷം രൂപ ധനസഹായം നൽകിയത് എന്ന് ചോദിച്ചാൽ രവീന്ദ്ര ഭാരത് മ്യൂസിയം കൊൽക്കത്ത. പൾസ് പോളിയോ പ്രോഗ്രാം 2019 ഉദ്ഘാടനം ചെയ്തതാരെന്ന് ചോദിച്ചാൽ രാംനാഥ് കോവിന്ദ്. 34th ആഹാർ ഇന്റർനാഷണൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഫെയർ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹി. കുസുമരാജ് രാഷ്ട്രീയ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് വേദ് രഹി. അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ താപ വൈദ്യുത നിലയങ്ങൾ എന്ന് വെച്ചാൽ ബക്സാർ, ബീഹാറിലെ ബക്സാർ, അതുപോലെ തന്നെ ഖുർജ, ഉത്തർപ്രദേശിലെ ഖുർജ. അപ്പൊ 2 താപവൈദ്യുത നിലയങ്ങളാണ് ഇന്ത്യയിൽ പുതിയതായിട്ട് നിലവിൽ വരുന്നത്. അടുത്തിടെ കോസ്റ്റോറിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ യൂണിവേഴ്സിറ്റി ഓഫ് പീസിന്റെ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ വെങ്കയ്യ നായിഡു. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു. അപ്പൊ നമ്മൾ 2 പോയിന്റ് ഇതിൽ പഠിക്കുന്നത് എന്താണ്? ഐക്യരാഷ്ട്ര സഭയുടെ യൂണിവേഴ്സിറ്റി ഓഫ് പീസ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കോസ്റ്റോറിക്ക. ക്ലിയർ. 2 പോയിന്റ്. അടുത്ത, ഡോക്ടറേറ്റ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ നിലവിലെ വെങ്കയ്യ നായിഡു. ക്ലിയർ ആണോ? അടുത്ത പോയിന്റ് പോവാം. 2019 30ാം വാർഷികം ആഘോഷിക്കുന്ന വിവര സാങ്കേതിക സംരംഭം എന്ന് വെച്ചാൽ WWW, അതായത് വേൾഡ് വൈഡ് വെബ്. ക്ലിയർ. അപ്പൊ മറന്നു വരുത്, ഈ 2019 30ാം വാർഷികം ആഘോഷിക്കുന്ന വിവര സാങ്കേതിക സംരംഭമാണ് WWW, വേൾഡ് വൈഡ് വെബ്. അടുത്ത, മഹാരാഷ്ട്രയിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നാഗ്പൂർ. അടുത്ത പോയിന്റ്, ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൺലൈനിൽ അറിയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ധർത്തിയാണ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ. അതിന്റെ പോർട്ടൽ എന്ന് ചോദിച്ചാൽ ഈ ധർത്തി പോർട്ടൽ. ഇപ്പൊ നിങ്ങൾ നോക്കാം, ഇന്ത്യയിൽ നിലവിൽ വരുന്ന പുതിയ താപ വൈദ്യുത നിലയങ്ങൾ എന്ന് ചോദിച്ചാൽ 2 ബക്സാർ, ബീഹാർ. രണ്ടാമത്തത് ഖുർജ, ഉത്തർപ്രദേശ്. അടുത്തിടെ കോസ്റ്റാറിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഐക്യരാഷ്ട്ര സഭയുടെ യൂണിവേഴ്സിറ്റി ഓഫ് പീസിന്റെ ഓണററി ഡോക്ടറേറ്റ് നേടിയതാരെന്ന് ചോദിച്ചാൽ വെങ്കയ്യ നായിഡു. ഇന്ത്യയിലെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആണ് വെങ്കയ്യ നായിഡു. അടുത്ത, 2019 30ാം വാർഷികം ആഘോഷിക്കുന്ന വിവര സാങ്കേതിക സംരംഭം എന്ന് വെച്ചാൽ WWW, അതായത് വേൾഡ് വൈഡ് വെബ്. അടുത്ത, മഹാരാഷ്ട്രയിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നാഗ്പൂർ. അടുത്ത പോയിന്റ്, ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൺലൈനിൽ അറിയുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പ് എന്ന് വെച്ചാൽ ഈ ധർത്തി പോർട്ടൽ. ഏതെന്ന് ചോദിച്ചാൽ ഈ ധർത്തി പോർട്ടൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അൺഅക്കാഡമിയിലെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന 2 കോഴ്സുകളാണ്. ഒന്ന് കേരളത്തിലെ ജില്ലകളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ അതിന്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. അതില് വീക്ക്ലി കറണ്ട് അഫയേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിന്ന് അരുണസലൻ സെർച്ച് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.